മലപ്പുറം പൊന്നാനി സ്വദേശി വിനീഷും എടപ്പാളിലെ ഹരിതയും തമ്മിൽ 9 മാസം മുൻപാണ് വിവാഹിതരായത്. വലിയ സ്വപ്നങ്ങളുമായി ഭർത്തൃവീട്ടിലെത്തിയ ഹരിതയ്ക്ക് വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ്. ഭർത്താവിൻ്റെ ഉപദ്രവം പതിവായതോടെ 1 മാസം തികയും മുൻപേ ആ യുവതി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പിന്നാലെ ഗാർഹിക പീഡനത്തിനെതിരെ പോലീസിൽ പരാതിയും നൽകി. ഇതിൻ്റെ പകയിൽ ഭാര്യയുടെ വീടിന് നേരെ യുവാവിൻ്റെ ആക്രമണമുണ്ടായിരിക്കുന്നു. പുലർച്ചെ ഭാര്യ വീട്ടിലെത്തിയ വിനീഷ് വീടിന് തീ കൊളുത്തി. ആക്രമണത്തിൽ നിർത്തിയിട്ട 3 ബൈക്കുകൾ കത്തി നശിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയതിന് പ്രതികാരം തീർക്കാനാണ് വധുവിന്റെ വീടിന് നവവരൻ തീയിട്ടത്. പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീടിനാണ് പുലർച്ചെ തീയിട്ടത്. വീടിന് സമീപം വച്ചിരുന്ന 3 ബൈക്കുകളും കത്തിനശിച്ചു. വീടിന്റെ ചുമരുകളും ജനലും കത്തിയ നിലയിലാണ്. പൊന്നാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഹരിതയുടെ ഭർത്താവ് വിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് പോലീസ് നിഗമനം. 9 മാസം മുമ്പാണ് വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത്. ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ 1 മാസം തികയും മുമ്പ് ഹരിത സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നിരുന്നു. ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആ കംപ്ലൈന്റ് കൊടുത്തതിന്റെ എന്താണ് ഇപ്പോ ഈ കാട്ടിക്കുട്ടിയിരിക്കണത്. ഇന്നലെ രാത്രി 12-12:30 വന്നിട്ട് ഈ വണ്ടിക്കൊക്കെ തീയിട്ടിട്ട് പോയത്. വീട് കത്തിയിരിക്കുന്നു. വീടിൻ്റെതൊക്കെ കത്തിയിട്ട് പോയിട്ടുള്ളത്. വിനീഷ് എന്നാണ് അവന്റെ പേര്. വിനീഷ് എന്നാണ് അവന്റെ പേരിട്ട. വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ പരാതിയിൽ ഇയാളോട് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഭവം. പുലർച്ചെ 1 മണിയോടെയാണ് ഹരിതയുടെ വീടിന് തീയിട്ടത്. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേഹാസ്വാസ്ഥ്യത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ.